നമസ്കാരം പ്രിയമുള്ളവരെ. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഒരു യുദ്ധത്തിന്റെ ഗതി വിലയിരുത്തുമ്പോൾ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും യുദ്ധക്കപ്പലുകൾ അറ്റ്ലാന്റിക് സമുദ്രം കടന്ന് യുദ്ധമേഖലയിലേക്ക് വരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ അമേരിക്കയോ ബ്രിട്ടനോ ഡയറക്റ്റ് ആയിട്ടൊരു യുദ്ധത്തിൽ പങ്കെടുക്കുവാനുള്ള സാധ്യത വളരെ വിരളമാണ്. ഒരുപക്ഷെ ഇറാൻ ഇസ്രായേലോട്ട് വിക്ഷേപിക്കുന്ന മിസൈലുകളെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും യുദ്ധക്കപ്പലിൽ നിന്നുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പ്രതിരോധിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നേക്കാം. പക്ഷേ ഡയറക്റ്റ് ആയിട്ടുള്ള യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരു സമീപനം പോലും അത് ഇസ്രായേലിനോടൊപ്പം ചേർന്ന് അമേരിക്കയും ബ്രിട്ടനും ഇറാനെ ആക്രമിക്കുന്നതായി കണക്കാക്കും എന്നു കരുതി അവരുടെ സ്ഥാപനങ്ങൾക്കും അവരുടെ സൈനിക കപ്പലുകൾക്കുമെതിരെ ആക്രമണം നടത്തുമെന്ന് ഇറാന്റെ ഭാഗത്ത് നിന്ന് നേരത്തെ മുന്നറിയിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ പശ്ചിമേഷ്യ കൂടുതൽ രൂക്ഷമായ പ്രശ്നങ്ങളിലേക്ക് വഴുതി മാറുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. നേരത്തെയും ഇസ്രായേൽ അമേരിക്കയെ പ്രകോപിപ്പിച്ച് യുദ്ധത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. ഇറാനിൽ ആദ്യമായി ആക്രമണം നടത്തി ഹുസൈൻ സലാമിയും മുഹമ്മദ് ബഗേരിയും ഉൾപ്പെടുന്ന സൈനിക മേധാവികളെ കൊന്നതിനു ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അതിന് അമേരിക്കയ്ക്ക് നന്ദി രേഖപ്പെടുത്തിയിരുന്നു. അതൊക്കെ തന്നെയും അമേരിക്കയെ എങ്ങനെയെങ്കിലും യുദ്ധത്തിലേക്ക് കൊണ്ടുവരിക, എങ്ങനെയെങ്കിലും ഇറാനെ പ്രകോപിപ്പിച്ച് അമേരിക്കയെ ആക്രമിക്കുക എന്ന രീതിയിലേക്ക് ഇസ്രായേലിന്റെ പദ്ധതികൾ ആണ് എന്ന രീതിയിലൊക്കെയുള്ള വിശകലനങ്ങൾ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ബുദ്ധികൾ മിക്കപ്പോഴും ഇസ്രായേൽ പ്രയോഗിക്കാറുണ്ട് എന്ന് തന്നെയാണ് വാസ്തവം. പക്ഷേ അമേരിക്ക തൽക്കാലം ഈ യുദ്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കുവാനാണ് തീരുമാനം എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഒരുപക്ഷേ പ്രതിരോധ സംവിധാനങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നൽകി ഇസ്രായേലിനെ സഹായിക്കുവാനുള്ള തീരുമാനവുമായി അമേരിക്ക മുന്നോട്ട് പോയേക്കാം എന്ന് തന്നെയാണ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. മറ്റൊന്ന്, റോയിട്ടേഴ്സൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാൻ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖംനയെ വധിക്കുവാൻ ഇസ്രായേൽ അനുവാദം ചോദിച്ചിരുന്നു. എന്നാൽ ഡൊണാൾഡ് ട്രംപ് അതിന് അനുവാദം നൽകിയില്ല, അത് നിഷേധിക്കുകയായിരുന്നു എന്ന തരത്തിലായിരുന്നു. കാരണം രാഷ്ട്രീയ നേതൃത്വമാണ് ആയത്തുള്ള അലി ഖംനയി. ഇറാന്റെ സൈനിക ഒപ്പം തന്നെ ആണവ ശാസ്ത്രകാരന്മാരെയൊക്കെ വധിക്കുവാൻ ഇസ്രായേലിന് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ആയത്തുള്ള അലി ഖംനയെ വധിക്കുകയാണെങ്കിൽ അത് സംഘർഷം വേറൊരു രീതിയിലേക്ക് വഴിമാറിപ്പോകുന്നതിന് സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം ഷിയ മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് കൂടിയാണ്. ഇറാനിലും ഇറാഖിലും സിറിയയിലും ബഹ്റിനിലും ലബനാനിലും ഒക്കെ വലിയ ശതമാനം ഷിയ മുസ്ലിംസ് ഉണ്ട്. അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും, അത് എങ്ങനെ യുദ്ധത്തെ ബാധിക്കും എന്ന രീതിയിലൊക്കെ അമേരിക്കയ്ക്ക് ആശങ്കയുണ്ട് എന്നതുകൊണ്ടാണ് ഇസ്രായേൽ അതിന് അനുവാദം ചോദിച്ചിട്ട് കൊടുക്കാത്തത് എന്ന ഒരു വാർത്ത കൂടി മാധ്യമങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. മറ്റൊന്ന്, ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ പ്രഹരം തന്നെ ഏൽക്കുന്നുണ്ട് എന്നതാണ്. ഹൈഫയിലും അതുപോലെ ബെൻഗുറിയൻ എയർപോർട്ടിലും, ഇസ്രായേലിന്റെ ആത്മാഭിമാനമായിരുന്ന ബെൻഗുറിയൻ എയർപോർട്ടിൽ ഇന്നലെ മിസൈൽ പതിച്ചതായി അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ പ്രചരിക്കുന്നുണ്ട് എന്നതും വാസ്തവമാണ്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ പ്രതീക്ഷിച്ചതിലും അപ്പുറം പ്രഹരമേക്കുന്നുണ്ട്. മിക്കപ്പോഴും അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, താഡ്, അയൺ ഡോമുകളൊക്കെ നിഷ്ഫലമാക്കി പോകുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ട് എന്ന് തന്നെയാണ് വാസ്തവം. പക്ഷേ ഇസ്രായേലിന് ഇറാന്റെ ഒരു സൈനിക നേതൃത്വത്തെ വകവരുത്തുവാൻ കഴിഞ്ഞു എന്നത് വാസ്തവമാണ്. ഇന്നലെയും ഇറാന്റെ ഇന്റലിജൻസ് മേധാവി മുഹമ്മദ് ഖാസിമി കൊല ചെയ്യപ്പെട്ടതായി, ഒപ്പം തന്നെ ഡെപ്യൂട്ടി മേധാവി ഹസൻ മുലാഷിക് കൊല ചെയ്യപ്പെട്ടതായൊക്കെ വാർത്തകൾ വരുന്നു. അപ്പോൾ ഇറാന്റെ ഒരു സൈനിക ഇന്റലിജൻസ് ആണവ ശാസ്ത്ര നേതൃനിരയെ ഇസ്രായേൽ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് എന്നത് വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ ഇസ്രായേൽ വിജയിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് വാസ്തവം. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് തിരിച്ചടികളും വളരെ രൂക്ഷമായി തന്നെ കിട്ടുന്നുണ്ട്. ഹൈഫ പോലെയുള്ള തുറമുഖ നഗരങ്ങളെ ആക്രമിക്കുവാൻ, അത് അയൺ ഡോമുകളെയും അതുപോലെയുള്ള മിസൈൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും ഭേദിച്ചുകൊണ്ട് ആക്രമിക്കുവാൻ ഇറാന് കഴിയുന്നു. ഹൈഫയിലൊക്കെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി തന്നെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊന്ന്, ഇന്നലെ CNN നൽകിയ അഭിമുഖത്തിൽ അമേരിക്കയുടെ തലമുതിർന്ന അതായത് ഉദ്യോഗത്തിൽ നിന്ന് വിരമിച്ച സൈനിക മേധാവികളൊക്കെ പറയുന്നത് ഇസ്രായേലിന്റെ ഒരു ആക്രമണത്തിനും ഇറാന്റെ ആണവ ശേഖരണത്തെ നശിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. അതായത് അത്രമേൽ അഗാധതയിലാണ്, 1.5 മൈലോളം ഭൂമിക്കടിയിലാണ് ഇറാൻ ഇത്തരം ആണവ ശേഖരങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. അത്തരം ആണവ ശേഖരങ്ങളെ നശിപ്പിക്കുവാൻ ഇസ്രായേലിന്റെ ഒരു ആക്രമണത്തിനും ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അതിന് ഉപരിതലത്തിലൊക്കെ ചില കേടുപാടുകൾ, ആ ആണവ ശേഖരിച്ചു വെച്ചിരിക്കുന്ന കെട്ടിടങ്ങൾക്ക് മുകളിൽ ചില കേടുപാടുകൾ ഉണ്ടാക്കുവാൻ കഴിഞ്ഞു എന്നതല്ലാതെ അതിന് കേടുപാടുകൾ വരുത്തുവാനോ ശേഖരം നശിപ്പിക്കുവാനോ കഴിഞ്ഞിട്ടില്ല എന്ന് സൈനിക മേധാവികളൊക്കെ ഇന്നലെ CNN നൽകിയ അഭിമുഖത്തിലൊക്കെ, നിങ്ങൾ CNN യൂട്യൂബ് ചാനലൊക്കെ എടുത്തു നോക്കിയാൽ വ്യക്തമാകുന്നുണ്ട്. അവരങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ വേണമെങ്കിൽ ഇസ്രായേലിന് ഇറാന്റെ ആണവ ശേഖരം, അത് ആ കെട്ടിടങ്ങൾ പൂർണ്ണമായി നശിപ്പിക്കണമെങ്കിൽ ഏകദേശം 30,000 കിലോയോളം വരുന്ന ബോംബ് ശേഖരം ആവശ്യമുണ്ട്. പക്ഷേ അത്
ഇസ്രായേലിൻ്റെ കയ്യിൽ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ എങ്ങനെയും അമേരിക്കയെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുവാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേൽ അത്തരം പ്രകോപനങ്ങളിലേക്ക് അമേരിക്കയെ നയിക്കുന്നത് എന്ന ഒരു വസ്തുതയും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ്. എന്തായാലും അടിയും തിരിച്ചടിയും ശക്തമായി കിട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.